ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നേത്യസ്മാജിക്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നേത്യസ്മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. യൂട്യൂബിലൊക്കെ വളരെ വൈറലായിരുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ പഴമൊന്നും ചേർക്കാത്തത് കാരണം കുറച്ച് കൂടുതൽ ഡേയ്സ് ഇത് കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ എങ്ങനെയാണ് നല്ല സോഫ്റ്റായ നല്ല ക്രിസ്പിയായ ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാമാണ് ശർക്കര എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര എടുക്കുക. ഈ ശർക്കര നമുക്കൊന്ന് ഉരുക്കി എടുക്കാൻ വയ്ക്കാം. ഞാനിപ്പോൾ അതൊന്ന് പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ഏലക്കായും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് 3 ഏലക്കായുടെ ആ തൊലി ഒന്ന് പൊളിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ട് കേട്ടോ, കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടാനുള്ളത്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ഉരുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ശർക്കര പാനിയാകുന്ന ടൈമിൽ നമുക്ക് മറ്റൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയാണ് ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളത്. ഞാനിപ്പോൾ ഇവിടെ തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് തേങ്ങ ചിരകിയതിന് പകരം തേങ്ങാക്കൊത്ത് ചേർക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റം വരുത്താം. അപ്പോൾ ഇത് ഒന്ന് നമുക്ക് ഒന്നൊരു കളറൊന്ന് ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതാ നമ്മളുടെ തേങ്ങയൊക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഒരുപാട് അങ്ങ് കളർ ചേഞ്ച് ആവേണ്ട ഈ ഒരു പരുവം മതി. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിന് വേണ്ടുന്ന ആ ഒരു കൂട്ട് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ പുട്ടിൻ്റെ പൊടിയില്ലേ, നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന പുട്ടിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ ആ ഒരു പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ മെഷറിംഗ് കപ്പില്ലെങ്കിലും പ്രശ്നമില്ല, നമ്മൾ ഏത് കപ്പിലാണോ അളക്കുന്നത് അതിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതിയാണ് നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് റവയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പത്തിനൊരു ക്രിസ്പിനെസ് കിട്ടാനായിട്ടാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വറുത്ത റവയോ അല്ലെങ്കിൽ പച്ച റവയോ അത് ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചൂടോട് കൂടി തന്നെ വേണം ശർക്കര പാനി ചേർത്ത് കൊടുക്കാൻ. കാരണം നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ വേണം ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ ശർക്കര പാനി കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടി ചേർക്കുമ്പോൾ നമ്മളുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ അതിനായിട്ടാണ് നമ്മളിതിലേക്ക് ഗോതമ്പ് പൊടി ആഡ് ചെയ്യുന്നത്. ശർക്കരപ്പാനി നല്ല ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും മറക്കരുത് കേട്ടോ. തണുത്തത് ചേർത്താൽ നമ്മളുടെ ആ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു പരുവം കറക്റ്റ് ആവില്ല. അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ ശർക്കരപ്പാനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഫുൾ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ശർക്കരപ്പാനിയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫുൾ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്കിപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ കൂട്ടാണ് ചേർക്കാനുള്ളത്. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നെയ്യിലിട്ട് ഈ തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ആ നെയ്യുടെ ആ ഒരു ഫ്ലേവർ കൂടി നമ്മളുടെ ആ ഒരു ഉണ്ണിയപ്പത്തിന് കിട്ടും. ഇപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നെയ്യ് അധികം ചേർക്കണ്ടെന്നുള്ളവർക്ക് നെയ്യില്ലാതെ തന്നെ തേങ്ങ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേണ്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. നമ്മളുടെ സോഡാപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോൾ ബേക്കിംഗ് സോഡയ്ക്ക് പകരം ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. ഇത് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നത്. നമ്മളുടെ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവമുണ്ടല്ലോ, അപ്പോൾ ഒരുപാട് ലൂസാവാൻ പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് കട്ടിയാവാനും പാടില്ല. അപ്പോൾ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിൽ നമ്മളുടെ ബാറ്റർ റെഡിയാക്കി എടുക്കുക. നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ണിയപ്പക്കാരെ ചൂടാകാനായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം വേണം ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് തീയാക്കിയിട്ട് നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ഭാഗം നമ്മളിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഉണ്ണിയപ്പം നന്നായി പൊങ്ങി വരും. അപ്പോൾ ഒരു 1/4 ഭാഗം നമ്മളിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഒരുപാട് തീയായി പോയാൽ പെട്ടെന്ന് ഇത് കളർ ചേഞ്ച് ആവും, എന്നാൽ ഉള്ളു നന്നായിട്ട് കുക്കായി കിട്ടില്ല. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളുടെ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാൻ. ഉണ്ണിയപ്പമൊക്കെ നന്നായിട്ട് കണ്ടോ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആണെങ്കിൽ നമുക്കിതുപോലെ ഉണ്ണിയപ്പം കിട്ടുള്ളൂ. അപ്പോൾ ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. സൈഡ് അപ്പോൾ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും ഇതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് സെറ്റായതിന് ശേഷമേ നമ്മളിത് തിരിച്ചിടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് തിരിച്ചിടുമ്പോൾ പൊടിഞ്ഞു പോകും. ഒരു സൈഡ് നന്നായി സെറ്റായതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഉണ്ണിയപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ബാറ്ററും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂട്ടത്തിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും ഇനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള നല്ല സിമ്പിളും ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.